രാജാവ് 2 വട്ടം സംസാരിക്കത്തില്ല. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ പോകും. അത് ആർക്ക് പിടികിട്ടിയെന്നറിയോ? ശതാധിപന് പിടികിട്ടി. ആർക്ക് പിടികിട്ടി? ശതാധിപന് പിടികിട്ടി. ശതാധിപന് ആ മർമ്മം പിടികിട്ടിയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ എൻ്റെ വീട്ടിൽ വരെ വരേണ്ട കാര്യം ഇല്ല. നീ എൻ്റെ വീട്ടിൽ വരെ വരേണ്ട കാര്യം ഇല്ല. വെറുതെ എന്തിനാ ടൈം കളയുന്നത്? മത്തായി 8-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ മർമ്മങ്ങൾ പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിച്ചോണം. മത്തായി 8-ൽ യേശു പറഞ്ഞു ശതാധിപനെ, ഞാൻ വീട്ടിൽ വന്ന് സൗഖ്യമാക്കാം. ശതാധിപൻ പറഞ്ഞു, കർത്താവ് എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? നീ ഇവിടെ നിന്നോണ്ട് ഒരു വാക്ക് പറയുക. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞു, ഒരു വാക്ക്. എൻ്റെ പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം മണിക്കൂറുകളാണ്, പക്ഷെ വിഷയത്തോട് എൻ്റെ സമയം ഒരു വാക്ക്. നിങ്ങളുടെ പ്രശ്നം ഞാൻ പറയാം. നിങ്ങൾ വിഷയത്തിന് വേണ്ടി 5 മണിക്കൂർ, കർത്താവിന് വേണ്ടി 1 മിനിറ്റ്. അതുകൊണ്ടാണ് മാറാത്തത്. ഞാൻ തിരിച്ചാണ്. ഇത് തിരിച്ചാണെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ട് ഇപ്പം 3 വർഷമായി. എന്നെ പഠിപ്പിച്ചത് അങ്ങനല്ല. വിഷയം വരുമ്പോൾ 21 എടുക്കുക. ഇതാണ് ഞാൻ കേട്ടത്. ആരെയും കുറ്റം പറയുന്നതല്ല, ഞാൻ കേട്ടത്. കർത്താവ് എന്നെ തിരുത്തിയതാണ് ഈ പറഞ്ഞു തരുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, വിഷയത്തിന് വേണ്ടി നീ ചെലവഴിക്കേണ്ട സമയം ലെസ് ദാൻ 30 സെക്കൻഡ്സ്. 30 സെക്കൻഡുകൾക്ക് താഴെ മാത്രമേ വിഷയത്തിനു വേണ്ടി സമയം ചെലവഴിക്കാവൂ. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ കർത്താവേ, ഞാൻ കേട്ടിട്ടുള്ളത് മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്നാണല്ലോ. ഞാൻ കർത്താവിനോട് തിരിച്ചു ചോദിക്കുകയാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, എടാ, പ്രാർത്ഥന വിഷയമാണ് പ്രാർത്ഥന എന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാ കേട്ടത് തെറ്റാന്ന് പറഞ്ഞു. മോനെ, കർത്താവ് എന്നോട് പറയാ, ജാക്സൺ മോനെ, പ്രാർത്ഥന വിഷയമല്ല. വാസ്തവത്തിൽ പ്രാർത്ഥന വിഷയത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാൻ വാക്യമേ ഇല്ല. പ്രാർത്ഥിച്ചവരുണ്ട് എന്ന് പറഞ്ഞാലും ന്യൂ ടെസ്റ്റമെന്റിന്റെ സ്റ്റാൻഡേർഡ് അതല്ല. വിഷയത്തോട് കൽപ്പിക്കാനാണ് യേശു പറഞ്ഞത്. ത്രേസ്യാമേന്റി ഇരുന്നാട്ടെ. ഞാൻ ഒഴുകുകയാണ്. ആൻറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ വചനം കേട്ടാട്ടെ. ഹല്ലേലൂയ. അപ്പം കർത്താവ് എന്നോട് ഇടപെട്ട കാര്യം ഇതാണ്, മോനെ, വിഷയത്തോട് പ്രാർത്ഥിക്കാനല്ല യഥാർത്ഥ സ്റ്റാൻഡേർഡ്. വിഷയം വരുമ്പോൾ പ്രാർത്ഥിച്ച തെറ്റാണോ? തെറ്റല്ല. പക്ഷെ അത് ലോ ലെവലാണ്. എല്ലാവരും പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോ ലെവൽ ഓഫ് ബൈബിളാണ്. ഒരു പുതിയ നിയമ യഥാർത്ഥ വിശ്വാസി വിഷയത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുകയല്ല, കൽപ്പന കൊടുക്കുകയാണ്. കൽപ്പന കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സമയം വെറും 30 സെക്കൻഡിന്റെ താഴെ. 30 സെക്കൻഡിന്റെ താഴെ വേണ്ടി വരുന്ന വാക്കുകളുടെ എണ്ണം ഒരു വാക്ക്. ദൈവമേ, പിടികിട്ടിയ രക്ഷപ്പെട്ടു. പിടികിട്ടിയ ബ്രദറെ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടേ ബ്രദറെ? അതാ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥന വിഷയങ്ങളാണെന്ന് നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അല്ലെങ്കിൽ വെളിപ്പാടിൻ്റെ ആഴത്തിലോട്ട് പോകാൻ കഴിവില്ലാത്തത് കൊണ്ട് അവരങ്ങനെ പഠിപ്പിച്ചു. അവരത് ചെയ്തു, അവരത് അറിഞ്ഞു. എന്നാൽ ഞാൻ അതല്ല അറിഞ്ഞത്. എന്നെ സംബന്ധിച്ച് പ്രാർത്ഥന ഈസ് ടോക്കിംഗ് വിത്ത് ഗോഡ്. എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംസാരമാണ്. ആ സംസാരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ എൻ്റെ ഒരു വേദനയുടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കാറുള്ള ഒരു ഉദാഹരണമാണ്. ഞാൻ സൂം മീറ്റിങ്ങിൽ എടുത്തോന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും ആദാമിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കഥാപാത്രങ്ങളെല്ലാം വീണ മനുഷ്യരാണ്. ഇത് കഴിഞ്ഞാൽ അനുകരിക്കാൻ പറ്റുന്നത് ലേഖനങ്ങളിൽ തൊട്ടാണ് നമുക്ക്.
ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന പഴയ നിയമത്തിലെ ഒരു കാര്യവും പൂർണ്ണമായി നമ്മൾ പഴയ നിയമ കണ്ണാടി ഉപയോഗിച്ച് വായിച്ച് എടുക്കാനുള്ളതല്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം എടുക്കണമെങ്കിൽ ആദാമിനെ നോക്കണം, അല്ലെങ്കിൽ യേശുവിനെ നോക്കണം, അത് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരെ നോക്കണം. ആദാമിനെ നോക്കിയപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി, ആദാമിന് വിഷയങ്ങൾ ഇല്ല. എല്ലാവരും പറഞ്ഞു ആദാമിന്, എൻ്റെ കൂടെ പറ, ആദാമിന് വിഷയങ്ങൾ ഇല്ല. എനിക്കിപ്പോൾ ഒത്തിരി കോള് വരുന്നുണ്ട്. എനിക്ക് അവരാദ്യം ഫോൺ എടുത്ത് പറയുന്ന കാര്യം ഞാൻ പറയാം. പാസ്റ്ററെ നീ എന്നെ വിളിക്കല്ലേ, ഒന്ന് ഈ ബ്രദറെ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. പാസ്റ്ററെ എനിക്കൊരു വിഷയമുണ്ട് പാസ്റ്ററെ. വിഷയത്തിലാണ് ഫോക്കസ്. ഞാൻ നിങ്ങളെ കുറ്റം പറയുമല്ല, ഞാനും അതിലായിരുന്നു. എന്നാൽ ആ ലെവല് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. എന്നും വിൻഡോസ് 7 കിടക്കല്ല എന്നാണ് ഈ പറഞ്ഞത്. കളിയാക്കുന്നതല്ല, നിങ്ങളെ ഞാനൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ആദാമിൻ്റെ ലൈഫ് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അതിതാണ്, ആദാമിന് വിഷയങ്ങൾ ഇല്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആദാം എന്ന, ചേർന്ന് പറ, എൻ്റെ കൂടെ ചേർന്ന് പറ, ആദാം എന്ന ആദ്യ മനുഷ്യന്, പറ, ആദാം എന്ന ആദ്യ മനുഷ്യന് ഒരു വിഷയവും ഇല്ല. ഒരു വിഷയമില്ല. അവൻ പ്രാർത്ഥിക്കണോ, കർത്താവേ എനിക്ക് ഒരു ആപ്പിൾ കൂടെ തരണേ, പ്രാർത്ഥിക്കണോ? നിങ്ങൾ ഉത്തരം പറ. അവൻ പ്രാർത്ഥിക്കണോ, കർത്താവേ എനിക്ക് ഒരു ഓറഞ്ച് കൂടെ തരണേ, പ്രാർത്ഥിക്കണോ? നിങ്ങൾ ഉത്തരം പറ. കർത്താവേ എനിക്ക് ഒരു കാര്യം കൂടെ, എനിക്ക് ആ ഒരു കാര്യം കൂടെ തരാമോ എന്ന് പ്രാർത്ഥിക്കണോ? എനിക്കൊരു രോഗമുണ്ട് കർത്താവേ, എന്നെ ഒന്ന് സൗഖ്യമാക്കുവോ എന്ന് പ്രാർത്ഥിക്കണോ? ആദാമിന് രോഗമുണ്ടോ? ഇല്ല. വിഷയമുണ്ടോ? ഇല്ല. അപ്പം എന്താ ഇവൻ പ്രാർത്ഥിച്ചത്? ഏറ്റവും വലിയ പ്രാർത്ഥനാ മനുഷ്യൻ യേശുവും ആദാമുമാണ്. തോട്ടത്തിൽ ഇറങ്ങുന്ന ദൈവം. എന്താണ് പ്രാർത്ഥന? 2-ാം അധ്യായത്തിൽ തോട്ടത്തിൽ ഇറങ്ങുമായിരുന്നു ആര്? ദൈവം. ദൈവം വന്ന് അവന്റെ സൈഡിൽ ഇരിക്കും. നീ വന്നാലേ നടക്കത്തുള്ളൂ, ചാടി വാ, ഇവിടെ ഇരി. ഹല്ലേലൂയ. ദൈവം വന്ന് സൈഡിൽ ഇരിക്കും. ഞാൻ ആദാമാണ്, ഇത് ദൈവമാണെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു വിഷയവും ഇല്ലാത്ത ആദാം. എന്തുവാണ്? എനിക്ക് ഒരു വിഷയവും ഇല്ല. എനിക്ക് ആപ്പിൾ വേണ്ട, ആപ്പിൾ നിറഞ്ഞ് പറിച്ച് തീരുന്നില്ല, പറിച്ചിട്ട് തീരുന്നില്ല, അത്രയ്ക്ക് ആപ്പിളാണ്. ഏദൻ തോട്ടത്തിൽ ഓറഞ്ച് തിന്ന് മടുത്തു. അതുകൊണ്ട് കർത്താവേ ഒരു ഓറഞ്ച് കൂടെ എന്ന് ഞാൻ ചോദിക്കണോ? ചോദിക്കണ്ട, അതും ചോദിക്കണ്ട. പിന്നെ ആകെപ്പാടെ അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ ഒന്നും എന്ത് ചെയ്യണ്ട, ചോദിക്കണ്ട. ഇതാണ് നമ്മുടെ ഗ്ലോറി റലം. ബ്രദറെ, അത് ആദാമിൻ്റെ കാര്യമല്ലേ? അതിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു കാര്യവും ഇല്ല, പക്ഷെ ദൈവം വന്ന് അവിടെ ഇരിക്കും. എന്തോ ചെയ്യാനാ? പ്രാർത്ഥിക്കണ്ടേ? നിങ്ങളുടെ കണ്ണി പ്രാർത്ഥന എന്നാ? കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ കരുണ തോന്നണമേ, അടിയനെ നീ തകർത്ത് കളയരുത്. കർത്താവ്, നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് സത്യം പറഞ്ഞ കർത്താവിന് വട്ടുപിടിക്കും. കരുണ തോന്നണമേ കർത്താവേ, അടിയനെ നീ ഓർക്കണമേ, അടിയനെ നീ മുടിച്ചു കളയരുതേ. കർത്താവ് ആരാന്ന് നിനക്കറിയത്തില്ല. കർത്താവിൻ്റെ സ്നേഹം എന്താന്ന് നിങ്ങൾക്കറിയത്തില്ല. ആരൊക്കെയോ പറഞ്ഞ കർത്താവിനെയാ നിങ്ങൾ പഠിച്ചേക്കുന്നത്. ആ കർത്താവിനെ ഡിലീറ്റ് ചെയ്യ്. ഈ സ്നേഹവാനായ കർത്താവ്, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ആ വാക്യം എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ആവർത്തിക്കും. എന്തിനാണ് ആവർത്തിക്കുന്നത്? നിങ്ങളുടെ തല ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആവർത്തിക്കുന്നത്. ആ മൂത്ത പുത്രനോട് ദൈവം എന്തോ പറഞ്ഞു? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളത് നിന്റേതാകുന്നു. ദൈവത്തിനുള്ളതെല്ലാം ആരുടെയാ? ദൈവ മക്കളുടേതാ.
മുഴുവൻ കൂടെ എടുത്ത് നിനക്ക് തരുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പം പറയുന്നത് എന്നാ? കർത്താവേ, അടിയനെ ഓർക്കണമേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് വാക്യം ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇനി എങ്ങനാ നിന്നെ കൈവിടുന്നത്? കർത്താവേ, അടിയനോട് കരുണ തോന്നണമേ. ഓൾറെഡി കരുണയുടെ അത്യന്ത ധനം നിന്റെ മേൽ ചൊരിഞ്ഞു കഴിഞ്ഞു. നീ എന്തിനാ ഈ കിടന്ന് അലറുന്നേ? നിങ്ങൾക്ക് ഈ കർത്താവിനെ മനസ്സിലായില്ലേ? നിങ്ങൾ ചർച്ചിലാണ്. മൂത്തപുത്രൻ, മുടിയനായ പുത്രൻ, മൂത്തപുത്രനെ പോലെ നിങ്ങൾ ചർച്ചിലാണ്. പക്ഷെ കർത്താവിനെ നിനക്ക് പിടികിട്ടിയില്ലേ ഇതുവരെ? കർത്താവിന്റെ സ്നേഹം ഇതുവരെ നിനക്ക് പിടികിട്ടിയില്ലേ? എല്ലാം നിനക്ക് വേണ്ടി തന്നു കഴിഞ്ഞു. പക്ഷെ നിന്റെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. നീയും കർത്താവുമായിട്ട് ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. നിനക്ക് കാര്യങ്ങൾ ദൈവം തരാത്തത് കൊണ്ടല്ല. മൂത്തപുത്രനോട് എന്തുവാ പറഞ്ഞ്? എനിക്കുള്ള എല്ലാം നിന്റേതാകുന്നു. പക്ഷെ മൂത്തപുത്രൻ ചോദിക്കുക, ഒരു കാളയെ പോലും എനിക്ക് ആസ്വദിക്കാൻ നീ തന്നില്ലല്ലോ. എന്തുകൊണ്ട് അവനത് പറയേണ്ടി വന്നു? അവൻ്റെതാണ് ഇതെന്ന് ബന്ധത്തിൽ മനസ്സിലാക്കാൻ വിട്ടുപോയി. ഇന്റിമസിയാണ് നിങ്ങൾക്ക് തകർന്നിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ഇന്റിമസി, ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം. അതില്ലെങ്കിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഇരുന്നാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ദൈവം വെച്ചിരിക്കുന്ന രോഗസൗഖ്യം എന്തുകൊണ്ട് നിനക്ക് എടുക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ വിചാരിക്കൂ, അയ്യോ അയ്യോ ദൈവം എനിക്ക് തരണേ. ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞു. നിങ്ങളുടെ തലയിലെ ദൈവം എന്തോന്നറിയോ? നിങ്ങളെ ശിക്ഷിക്കുന്ന ഭീകരരൂപിയായ. നമ്മൾ കുറച്ച് പാസ്റ്റർമാർ ഇങ്ങനെ അതിനെ പ്രസന്റും ചെയ്തു. ഞാൻ നിങ്ങളോട് അതിനുവേണ്ടി ക്ഷമ ചോദിക്കുന്നു. പഴയ നിയമത്തിലും അല്ല പുതിയ നിയമത്തിലും കർത്താവ് ദേഷ്യപ്പെടാറുണ്ട്, കർത്താവ് അടിക്കാറുണ്ട്, കർത്താവ് ശിക്ഷിക്കാറുണ്ട്. ശരിയാണ്. പക്ഷെ കർത്താവ് ശിക്ഷ മാത്രമല്ല, അവൻ കരുണയുടെ ദൈവമാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. ഇസ്രായേൽ മക്കളെ വിളിച്ചിട്ട് ആദ്യം ഇസ്രായേൽ മക്കളോട് ഞാൻ നിങ്ങളെ ശപിക്കുന്നു, ഞാൻ നിങ്ങളെ വഴിയിലിട്ട് മുടിക്കുന്നു എന്നല്ല പറഞ്ഞത്. പക്ഷെ ദൈവത്തോടൊപ്പം നടക്കാതെ അവിശ്വസ്തതയിലേക്ക് പോയപ്പോഴാണ് മുടിച്ചത്, ശിക്ഷിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നം ശിക്ഷയല്ല. ഞാൻ ഒരു വട്ടം പോലും കർത്താവേ കരുണ തോന്നണേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 3 വർഷമായി. കാരണം ഞാൻ കരുണയ്ക്കകത്താ നിൽക്കുന്നേ. എനിക്ക് കർത്താവ് ആരാന്ന് അറിയാം. ഞാനും കർത്താവുമുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. ഈ ബന്ധമില്ലാത്തപ്പം നിങ്ങൾ പറയും, അയ്യോ കർത്താവ് എന്നെ ശിക്ഷിക്കൂ, അയ്യോ കർത്താവ് എന്നെ അടിച്ചിട്ടിരിക്കുവാണോ, കർത്താവിൻ്റെ അടി ഏറ്റിരിക്കുവാണോ, അയ്യോ കർത്താവ്. നിങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ല. ഈ ഒരു 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 ഏരിയയിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ട് നിങ്ങൾ ബന്ധത്തിലോട്ട് കയറി വാ. ബന്ധത്തിലോട്ട് കയറി വന്നാൽ നിങ്ങളുടെ ജീവിതം തിരിയും. അതുവരെ നിങ്ങൾ എത്ര ജാക്സൺ ബ്രദറിന്റെ സൂം മീറ്റിംഗിൽ കയറിയാലും, ഇനി ടിനു ജോർജിന്റെ സൂം മീറ്റിംഗിൽ കയറിയാലും, ഇനി ഏറ്റവും വലിയ ദേവദാസന്റെ മീറ്റിംഗിൽ കയറിയാലും, പോൾ തങ്കയുടെ മീറ്റിംഗിൽ കയറിയാലും, റെയ്നാഡ് ബോങ്കെ മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ കയറിയാലും, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദേവദാസന്റെ മീറ്റിംഗിൽ കയറിയാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ബെന്നിഹിന്റെ മീറ്റിംഗിൽ പോയാലും മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ഈ ദൈവദാസന്മാരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനടക്കം ഞാൻ ഈ സീക്രട്ടുകൾ തപ്പി നടന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. ഞാൻ സീക്രട്ടുകളുടെ പുറകെ നടന്ന മനുഷ്യൻ. കർത്താവേ, ഇവരെങ്ങനെ ഇത് ചെയ്യുന്നേ, ഇവരെങ്ങനെ അത് ചെയ്യുന്നേ? നമ്മളെല്ലാം ഈ പുറത്ത് ചെയ്യുന്നതാ കാണുന്നത്. പക്ഷെ ഇവരുടെ അകത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ സീക്രട്ട് മറ്റൊന്നുമല്ല, ആഴമേറിയ ദൈവബന്ധം. ആഴമേറിയ ദൈവബന്ധത്തിലേക്ക് കയറി വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതം പഴയതല്ല. എല്ലാവരും പറഞ്ഞ ആഴമേറിയ ദൈവബന്ധം. ആഴമേറിയ ദൈവബന്ധം പ്രാർത്ഥനാ വിഷയങ്ങളിൽ അല്ല. നിങ്ങൾ പ്രാർത്ഥനാ വിഷയവുമായി ദൈവസന്നിധിയിൽ പോകരുത്. ദൈവത്തെ കേൾക്കാനായി പോകണം.
ദയവ് ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ പോകരുത്. പ്രാർത്ഥനയുടെ ഇടയിൽ എന്താണ് പ്രാർത്ഥന? ഇതാണ് ഈ സംസാരം. പറഞ്ഞേ, സംസാരം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇതാ, എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട് വിശേഷം? എന്നിട്ട് പരിശുദ്ധാത്മാവ് തിരിച്ച് ചില കാര്യങ്ങൾ പറയും. ജാക്സൺ മോനെ, ഇന്ന് സൂം മീറ്റിങ്ങിൽ ഇതൊക്കെ നടക്കും. ജാക്സൺ മോനെ, ഇന്ന് നീ ഇരിക്കുമ്പം ഞാൻ നിനക്ക് ശക്തി തരാം. ഓക്കെ പരിശുദ്ധാത്മാവേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ടോക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ടോക്കിനല്ല പോകുന്നേ. നിങ്ങൾ ദൈവസന്നിധി എന്തിനാണെന്നറിയോ? ലിസ്റ്റും കൊണ്ടാ പോകുന്നേ. ലിസ്റ്റും കൊണ്ട് ദൈവസന്നിധി പോകരുത്. ഞാൻ പറയുന്നത്, ഇവരൊരു കാര്യം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇവരാകപ്പാടാ പോകുന്നത് ഈ ലിസ്റ്റിന് വേണ്ടിയാണ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ലിസ്റ്റ് കൊണ്ട് പോകണ്ട. അപ്പം ഇന്നോട്ട് പ്രാർത്ഥനയെ വേണ്ട. അല്ല, ആഴമേറിയ ബന്ധമുണ്ട്, ലിസ്റ്റ് വേണ്ടെന്നാ പറഞ്ഞ്. അല്ലേ, ദയവ് ചെയ്ത് ആ ലിസ്റ്റെങ്കിലും തുടരും. ഞാൻ കൈകൂപ്പി അപേക്ഷിക്കാം. ഈ മീറ്റിംഗ് ഹൈ റലത്തിലെ ഡയമെൻഷനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ മീറ്റിങ്ങിൽ വഴിതെറ്റി വന്ന ആടാണെങ്കിൽ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഈ മീറ്റിംഗ് ഹൈ ഡയമെൻഷനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് ലോ ഡയമെൻഷനിൽ ചിന്തിച്ചാലും ഈ മീറ്റിങ്ങിലെ ഒരു വാചകം പോലും നിങ്ങൾക്ക് പിടികിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം. ഓരോ വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് വേറെ ലക്ഷ്യമൊന്നും ദൈവം തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മീറ്റിങ്ങിന്റെ ലക്ഷ്യം പറയാം, നിങ്ങളെ കണ്ട യേശുവിനെ പോലെ ഇരിക്കും. ഇതല്ല ലക്ഷ്യമെങ്കിൽ ദയവ് ചെയ്ത് കേറല്ലേ. നിങ്ങൾ വഴിതെറ്റി വന്ന ആടാണ്. സൗഖ്യമുണ്ടോ? സൗഖ്യമുണ്ട്. അപ്പം കിട്ടുമോ? അപ്പം കിട്ടും. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് മണി മൾട്ടിപ്ലിക്കേഷൻ വരെ നടന്നിട്ടുണ്ട്. ഇവിടെ സാക്ഷ്യം വന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ ഇട്ടില്ല എന്നുള്ളൂ. മണി മൾട്ടിപ്ലിക്കേഷൻ വരെ നടക്കും. ഡയറക്റ്റ് പേഴ്സിൽ പൈസ വർദ്ധിക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയല്ല നടന്നത്. നമ്മൾ പൈസ റിലീസ് ചെയ്തു, 3 മണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇന്ന് തന്നെ നിങ്ങളുടെ ആവശ്യം മുഴുവൻ നടത്തുന്ന പൈസ വരുമെന്ന് പറഞ്ഞു. 25,000 ഒക്കെ ഒറ്റയടിക്കാണ് വന്ന് കയറിയത്, വിത്തിൻ 3 hours ആഫ്റ്റർ ദ സൂം മീറ്റിംഗ്. അതുകൊണ്ട് എല്ലാ പരിപാടിയും ഇതിൻ്റെ അകത്ത് നടക്കും. പക്ഷെ നമ്മുടെ ഫോക്കസ് അതല്ല. അപ്പമല്ല, ഫോക്കസ് യേശുവാണ്. ഞാൻ നിങ്ങളെ അപ്പത്തിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കത്തില്ല. നോ, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. യു ഡോണ്ട് നോ മീ, യു ഡോണ്ട് നോ മീ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എൻ്റെ മുഖം കണ്ട എനിക്ക് വലിയ വയസ്സൊന്നുമില്ല, അത് സത്യമാണ്. എനിക്കിപ്പോൾ 27 വയസ്സേ ഉള്ളൂ. ഞാൻ കല്യാണവും കഴിച്ചിട്ടില്ല. വലിയ വയസ്സൊന്നുമില്ല. പക്ഷെ 19ാമത്തെ വയസ്സിൽ ട്രെയിനിങ് തുടങ്ങി തീച്ചൂളയ്ക്കകത്ത്. ആ തീച്ചൂളയ്ക്കകത്തെ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. അല്ലാതെ ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ട്, അതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കിലും കട്ടിയുണ്ട്, കഠിനമായിരിക്കും, പെട്ടെന്ന് പിടികിട്ടില്ല. ആത്മാവിലേറ്റെടുക്കണം, ആത്മാവിലേറ്റെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോകുന്നത് ഒരു ലിസ്റ്റുമായിട്ടാണ്. ഈ ലിസ്റ്റ് നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുന്നതാണ്. അയ്യോ ബ്രദറെ, അങ്ങനല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നാ അങ്ങനാ. നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്തത് പിശാചല്ല, നിന്റെ ഈ ലിസ്റ്റാ. നിന്റെ ഈ ലിസ്റ്റ് പറയണ്ടേ ബ്രദറെ? നിന്റെ 2 മണിക്കൂറുള്ള പ്രാർത്ഥനാ ബന്ധത്തിന്റെ ഇടയിൽ നീ 5 മിനിറ്റ് വേണേ ലിസ്റ്റ് പറ. നിയോഗം ഉണ്ടേ. ഇച്ചിരൂടെ ഹയർ ഡയമെൻഷനിൽ പോയാ ലിസ്റ്റ് പറയേണ്ടി വരില്ല. ആദാമിന്റെ ഡയമെൻഷനിൽ ലിസ്റ്റുകളില്ല. പക്ഷെ അത് ഗ്ലോറി റലമാണ്. ആ റലത്തിൽ വളരുന്നിടം വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ലിസ്റ്റ് പറയേണ്ടി വരാം. പക്ഷെ ഗ്ലോറി ഡയമെൻഷനിൽ കയറിയാൽ പിന്നെ ലിസ്റ്റുകളില്ല. ലിസ്റ്റ് പറയുന്നതിന് മുൻപ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തപരമായി ദൈവം നിന്നെ നടത്തിയിരിക്കും. ചോദിക്കുന്നതിന് മുൻപ് നിന്റെ മുൻപിൽ ആ കാര്യം വന്നിരിക്കും. ഈ സൂം മീറ്റിംഗിൽ കയറുന്ന ഓരോ വ്യക്തിയോടും ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു ദിവസം മുൻപ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. അതാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ. പക്ഷെ ആ പ്രൊവിഷനിൽ കയറണമെങ്കിൽ, നിന്റെ മുൻപിലിരിക്കുന്ന ആ പ്രൊവിഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ ദൈവ ബന്ധം വേണം. ബന്ധമില്ലെങ്കിൽ മൂത്തപുത്രനെ പോലെ നീ റിലിജന്റെ അടിമയാണ്. മതഭ്രാന്ത്, പെന്തിക്കോസ് ഭ്രാന്ത് ചവിട്ടിക്കൂട്ടി ദൂരക്കള. അത് മതഭ്രാന്താണ്. ഇത് മതത്തിന്റെ മീറ്റിംഗ് അല്ല, ഇത് ബന്ധത്തിന്റെ മീറ്റിംഗാ. എന്നാ ജാക്സൺ ബ്രദർ ചേഞ്ച് തുടങ്ങിയത്? എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് മതമല്ല, ഇത് ബന്ധമാണ്, ഇത് ആചാരങ്ങളല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക, കർത്താവേ, അത്യന്തം അനവധി യാഗങ്ങൾ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. പക്ഷെങ്കിൽ നീ ഇച്ഛിക്കുന്നത് തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയം. ആരാ യാഗം കഴിക്കാൻ പറഞ്ഞത്? ദൈവം. പക്ഷെ ആ യാഗം ഒരു റിലിജനായി മാറി, ഒരാചാരമായി മാറി. അന്ന് തൊട്ട് കർത്താവ് പറയുക, യെശയ്യാവ് 1:18, നിങ്ങളുടെ അത്യന്തം അനവധി യാഗങ്ങൾ എനിക്ക് വെറുപ്പാകുന്നു. യെശയ്യാവ് 58 വരുമ്പം നിങ്ങളുടെ ഉപവാസം എനിക്ക് വെറുപ്പാകുന്നു. പല സഭകളിലെയും ഉപവാസവും പ്രാർത്ഥനയും ആചാരമാണെങ്കിൽ ആ സെക്കൻഡിൽ കർത്താവ് പറയും, നോ, ഐ ഡോണ്ട് നീഡ് ഇറ്റ്. കാരണം ഇത് മുഴുവൻ ഇരിക്കുന്നത് ബന്ധത്തിലാ. ആചാരമല്ല, ബന്ധം. പരീശന്മാരെ പോലെ വചനം പഠിച്ച ആരുണ്ട്? പക്ഷെ ആചാരമാ, ബന്ധമില്ല. അതുകൊണ്ട് അവരെ വിളിച്ച സർപ്പസന്തതികളെ. യേശു പാപിനിയായ സ്ത്രീയെ അല്ല എതിർത്തത്, യേശു പരീശനെ എതിർത്തത്. കപടഭക്തിക്കാരൻ. അവൻ നീണ്ട പ്രാർത്ഥന പബ്ലിക്കിൽ പ്രാർത്ഥിക്കുന്ന മത്തായി 6 എഴുതി വെച്ചിരിക്കുന്നത്. അവൻ ഉപവസിക്കുന്ന പോലെ ആരും ഉപവസിക്കുന്നില്ല. അവനെ വിളിച്ചത് സർപ്പസന്തതി എന്ന്. വ്യഭിചാരം ചെയ്ത സ്ത്രീയെ അല്ല യേശു അത് വിളിച്ചത്, സക്കായിയെ അല്ല വിളിച്ചത്, ചുങ്കക്കാരനെ അത് വിളിച്ചിട്ടില്ല. പക്ഷെ ആചാരത്തിൽ ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കുന്നവനെ അത് വിളിക്കും. നിന്റെ സഭയിൽ നീ ആചാരത്തിലാണോ ബന്ധത്തിലാണോ? ആചാരമാണെങ്കിൽ നിന്നെ വിളിക്കുന്നു കപടഭക്തിക്കാരാ. കാരണം ആചാരം പൈശാചികമാണ്. ഇറ്റ്സ് ഡിമോണിക്. അതുകൊണ്ടാണ് യേശു അവരെ വിളിച്ചത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. യോഹന്നാൻ 8:32 തൊട്ട് താഴോട്ട്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ആര്? നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇവരോ? ആഴ്ചയിൽ എല്ലാത്തിനും പതാരം കൊടുക്കുന്ന ഇവരോ? കൃത്യമായി ദശാംശം കൊടുക്കുന്ന ഇവരോ? അതെ. കൃത്യമായിട്ട് ഉപവസിക്കുന്ന ഇവരോ? അതെ. കുഞ്ഞെ, നീ ആചാരത്തില, ഇറങ്ങാതീന്ന്. നിന്റെ സഭ ആചാരത്തിലാണെങ്കിൽ ഇറങ്ങാതീന്ന്. ആത്മാവിന്റെ ഒഴുക്കില്ലാത്തതിനെ ദൈവം വെറുക്കും. ആരെക്കാൾ? പാപിനിയായ സ്ത്രീയേക്കാൾ. പാപിനിയായ സ്ത്രീ സ്വർഗത്തില, ക്രൂശിലെ കള്ളൻ സ്വർഗത്തില, പരീശൻ നിത്യ നരകത്തിൽ. നീ പാപിനിയാണെങ്കിൽ ഇന്ന് സമ്മതിക്ക്, നെഞ്ചത്തടിച്ച് ഹൃദയം കീറി ദൈവത്തോട് അടുത്തുവാ. പക്ഷെ നിന്റെ നാടകം കൊണ്ട് നീ ദൈവത്തിന് എടുക്കാൻ വന്നാൽ വലിച്ചു കീറും കർത്താവ്. കർത്താവ് വലിച്ചു കീറും. എൻ്റെ കർത്താവിന് 2-3 ഭാവങ്ങളുണ്ട്. ചാട്ടവാറെടുത്ത് അടിച്ചിറക്കുന്ന ഭാവമൊക്കെ ഉണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന കർത്താവിനെ മാത്രമേ കണ്ടുള്ളൂ, അതൊന്നുമല്ല. കർത്താവിൻ്റെ ഒരു ഡയമെൻഷൻ അല്ല ഉള്ളത്.
കർത്താവ് മൾട്ടി ഡയമെൻഷണലാണ്. അവൻ്റെ തേജസ്സിൻ്റെ ആഴങ്ങൾ അപ്രമേയമാണ്. അതിൻ്റെ ഒരു ഡയമെൻഷനും പിടിച്ചോണ്ടിരിക്കല്. അത് വലിയ അപകടമാണ്. അവൻ ഒരു ഡയമെൻഷൻ അല്ല. നോ, സ്നേഹം. കർത്താവ് ആരാ? സ്നേഹം. ആര് പറഞ്ഞു? സ്നേഹം. കർത്താവ് സ്നേഹവുമാണ്, അത്രയ്ക്ക് കട്ട കലിപ്പുമാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞു, കർത്താവ് കട്ടക്കലിപ്പ. കലിപ്പിളകിയ കർത്താവ് കലിപ്പ. കർത്താവിനെ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. സ്നേഹമാണോ? അതെ 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 അതെ. പക്ഷെ കളി ഇറക്കല്ലേ. അതുകൊണ്ട് നാടകം ഇന്ന് അവസാനിക്കണം. എല്ലാവരും പറഞ്ഞു നാടകം ഇന്ന് അവസാനിക്കണം. നെഞ്ചത്തോട്ട് കൈവച്ച് പറ, എവിടെയും എനിക്ക് നാടകം ഉണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞാൽ മതി. നാടകം എന്ന് പറയണ്ട, എവിടെയും എനിക്ക് നാടകങ്ങളുണ്ടെങ്കിൽ, ആചാരങ്ങളുണ്ടെങ്കിൽ ഇന്നത് അവസാനിക്കട്ടെ. നെഞ്ചത്തോട്ട് കൈവച്ച് പറ. കാരണം അതാണ് ഞാൻ ഭയപ്പെടുന്നത്. എൻ്റെ ഹൃദയത്തെയാണ് ഞാൻ എന്നും പരിശോധിക്കുന്നത്. എന്താണ്? ഈ കർത്താവ് ആക്ഷനുകളെ അല്ല നോക്കുന്നത്, മോട്ടീവുകളെയാണ് നോക്കുന്നത്. എന്തിന് നീ ഇത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നല്ല നോക്കുന്നേ, എന്തിന് നീ ഇത് ചെയ്യുന്നു. ചില സമയത്ത് എൻ്റെ ഉദ്ദേശങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ തുറന്നു പറയാം. ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് നമ്മൾ നടത്തുന്നു. ഞാൻ ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. എന്തിനാ ഞാൻ ഇന്നത്തെ സൂം മീറ്റിംഗ് നടത്തി? കർത്താവിൻ്റെ മഹത്വമുണ്ട്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ ടെസ്റ്റിമണി ഇടാറുണ്ട്. ഞാൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പം കർത്താവിനോട് ചോദിക്കും, എടാ നീ ഫുൾ കറക്റ്റായിട്ടാണോ ഇട്ടത്? എന്തിനാണ് നീ ആ ടെസ്റ്റിമണി ഇട്ടത്? അപ്പം ഞാൻ പറയും, കർത്താവേ അങ്ങയുടെ മഹത്വത്തിനായിട്ടാണ് ഇട്ടത്. പക്ഷെ ആദ്യ സമയങ്ങളിൽ കർത്താവ് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇടയ്ക്ക് ഞാൻ എന്നെ തെളിയിക്കാൻ ഇട്ടിട്ടുണ്ട്. എന്നെ എതിർത്ത ഒത്തിരി പേരുടെ നടുവിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പം ചില സമയത്ത് ഞാൻ ടെസ്റ്റിമണി റിലീസ് ചെയ്യുമ്പം എന്നെ തെളിയിക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. കർത്താവ് എന്നെ ശരിക്കും അടിച്ചിട്ടുമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, എന്തിന് നിങ്ങളത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും. കട്ടിയാണോ? ഞാനതാ പറഞ്ഞേ, കർത്താവിൻ്റെ ആഴമേറിയ ഡയമെൻഷനുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സീരിയസ് ആണ്. ഇറ്റ്സ് വെരി സീരിയസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വിഷയത്തിന് വേണ്ടി നിന്റെ ഒരു വാക്ക് ചെലവഴിച്ചാൽ മതി. വാസ്തവത്തിൽ ഒറ്റ വാക്ക്, 1 മിനിറ്റിന്റെ താഴെ. എല്ലാവരും പറ, വിഷയത്തിന് വേണ്ടി ഒറ്റ വാക്ക് 1 മിനിറ്റിന്റെ താഴെ. യഫദാ എന്ന് പറയാൻ എത്ര മിനിറ്റ് എടുക്കും? 2 സെക്കൻഡ്. അത്രേ ഉള്ളൂ, 2 സെക്കൻഡ്. നിങ്ങളൊരു കാര്യം തുറക്കാൻ വേണ്ടി എന്നാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ആ വഴി തുറക്കണമേ, കർത്താവേ ആ വഴി തുറക്കണമേ, കർത്താവേ ആ വഴി തുറക്കണമേ, കർത്താവേ ആ വഴി തുറക്കണമേ, കർത്താവേ ആ വഴി തുറക്കണമേ. ഒരു വാക്ക് ഇവർ 1 മണിക്കൂർ ഇരുന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിയുമ്പം ഇവർക്കൊരു തൃപ്തി, ഞാൻ പ്രാർത്ഥിച്ചെന്ന്. നിങ്ങളൊരു ചക്കച്ചോളയും ചെയ്തിട്ടില്ല. പ്രാർത്ഥന, ഇതിനെയൊക്കെ പ്രാർത്ഥനയെന്ന് വിളിച്ചാൽ കർത്താവ് പോലും എന്നെ അടിക്കും. കർത്താവേ എന്നെ സൗഖ്യമാക്കണേ, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, കർത്താവേ എന്നെ സൗഖ്യമാക്കണേ, കർത്താവേ. കരച്ചിൽ തുരുത്തി കയറിയില്ല. അയ്യോ, ഇച്ചിരൂടെ തുരുത്തി എടുക്കട്ടെ. ഇച്ചിരൂടെ തുരുത്തിയിൽ ഇച്ചിരൂടെ കരച്ചിൽ വരണം. കർത്താവിന് ദയ തോന്നണ്ടേ? തുരുത്തി നിറയട്ടെ. കണ്ണുനീരൊന്നും വരുന്നില്ല, കുത്തിക്കര. എൻ്റെ ദാവീദ് പാവം, അങ്ങനെ ഒരു റലത്തിലിരുന്ന് കരഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്. ഇവര് ചുമ്മാ ഇരുന്ന് കരച്ചിൽ ഉണ്ടാക്കുക.
കരയെന്നെങ്കിൽ റലത്തി കരഞ്ഞോണം, ആത്മാവി കരഞ്ഞോണം. അല്ല നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് കരയേണ്ട കാര്യമല്ല. കരയണം, നല്ല കാര്യം. അതൊക്കെ റലത്തി ചെയ്യണം പ്രിയപ്പെട്ടത്. അത് നമ്മൾ പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് റലത്തി കരയേണ്ടത്, എങ്ങനെയാണ് റലത്തി ചിരിക്കേണ്ടത്. റലം ആത്മമണ്ഡലത്തിൽ ചിരിക്കണം, ആത്മമണ്ഡലത്തിൽ കരയണം. അതിനൊക്കെ വിലയുണ്ട്. നിങ്ങൾ ചുമ്മാ കുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു വിലയില്ല, ഒരു വിലയില്ല. അതൊക്കെ അത് നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മൾ ചുമ്മാ ഓരോ പൊട്ടത്തരം അങ്ങ് ചെയ്യുക. ബൈബിളിലെ ഓരോ വാക്കും ആത്മാവാ. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തു. നമ്മളതിനെ തലച്ചോറി പഠിച്ചിട്ട് നമ്മളതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. ഇമിറ്റേഷൻ അല്ലത്, ഇത് ആത്മാവിൽ നിന്ന് ഒഴുകി പുറത്തു വരുന്ന എന്തിനെങ്കിലും വിലയുള്ളൂ, ബാക്കി ഒന്നിനും വില ഇല്ല. ഞാൻ ആരെയും കളിയാക്കുമല്ല, ഒരാളെയും താഴ്ത്തിക്കെട്ടുമല്ല. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ കയറിയത് അപ്ഡേറ്റ് ചെയ്യാനാണ്. ഈ മീറ്റിങ്ങിൽ കയറിയതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങളുടെ ആത്മമണ്ഡലം അപ്ഡേറ്റ് ആകണം. ആത്മമണ്ഡലം അപ്ഡേറ്റ് ആയാൽ ഞാൻ വാക്ക് തരാം, നിങ്ങളുടെ എല്ലാ മേഖലയും അപ്ഡേറ്റ് ആകും. കാരണം ആത്മമണ്ഡലം മരിച്ചപ്പോഴാണല്ലോ ആദാമിനെ ദൈവം മരിച്ചവനെന്ന് എണ്ണിയത്. അല്ലാതെ ആദാം മുഴുവനായിട്ട് മരിച്ചോ? ഇല്ല. ആദാമിൻ്റെ ആത്മമണ്ഡലം മരിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞു ഇവൻ മുഴുവനായിട്ട് മരിച്ചെന്ന്. അപ്പം നിന്റെ മരണാവസ്ഥകളുടെ മുഴുവൻ റൂട്ട് കിടക്കുന്നത് നീ പുറത്താ തരേന്ന്. അയ്യോ എൻ്റെ വിഷയം, ഇവിടെ ഒരു രോഗി കിടക്കുന്നു, എൻ്റെ വീട്ടിൽ ഇന്ന രോഗി, എൻ്റെ കടബാധിത, നീ വിഷയങ്ങളിലേക്കാണ് നോക്കുന്നേ. പക്ഷെ ഞങ്ങൾ സൊല്യൂഷൻ എടുത്ത് എങ്ങനെ തരുന്നതെന്നറിയാവോ? ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിന്ന്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എവിടുന്ന് എടുത്തിട്ട് കൊടുക്കാനാ? ആത്മമണ്ഡലം. ആത്മമണ്ഡലം. അതുപോലെ നിങ്ങളുടെ ആത്മമണ്ഡലം കറക്റ്റ് ആയാൽ നിങ്ങളുടെ സകല മണ്ഡലങ്ങളും കറക്റ്റ് ആവും. എന്തോ ആത്മമണ്ഡലം കറക്റ്റ് ആയാൽ സകലവും കറക്റ്റ്. അങ്ങനാണ്, ഡൗട്ടൊന്നും വേണ്ട. അങ്ങനാണ് അതിൻ്റെ സിസ്റ്റം. ആത്മമണ്ഡലം കറക്റ്റ് ആയാൽ സകലതും കറക്റ്റായി. ഉറപ്പ്. ഞാൻ വാക്ക് തരുന്നു. ആത്മമണ്ഡലം ജനിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ വളർന്നിട്ടില്ല. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചില്ല, വചനമെന്ന കട്ടിയായിട്ടുള്ള ആഹാരത്തിലോട്ട് കയറിയില്ല, ആത്മാവിൽ വർദ്ധിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാവിൽ ജനിച്ചെങ്കിലും വളരാത്തത് കൊണ്ടാണ് ഇന്നും പിശാചിൻ്റെ കീഴിൽ കിടക്കുന്നത്. ജനിച്ചിട്ട് കാര്യമില്ല. ജനിക്കാൻ ആർക്കും പറ്റും. യേശുവേ എന്ന് വിളിച്ചാൽ ജനിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ജനിക്കാനൊന്നുമില്ല. യേശുവേ നീ എൻ്റെ രക്ഷിതാവാണേ എന്ന് പറഞ്ഞാൽ ജനിച്ചു. പക്ഷെ വളരാൻ വില കൊടുക്കണം. ഒരു കുഞ്ഞ് ജനിക്കാൻ 10 മാസം വയറ്റിലിട്ടാൽ മതി, പക്ഷെ വളരാനോ? ജനിക്കാൻ 10 മാസം വയറ്റിൽ പിടിച്ചിട്ടാൽ മതി, അത് കഴിഞ്ഞാൽ ജനിച്ചു. പക്ഷെ വളരാനോ? ജനിച്ചു കഴിഞ്ഞാണ് പണി. സത്യം പറഞ്ഞ് കുത്തിക്കയറ്റി കൊടുക്കണ്ടേ? ഇങ്ങോട്ട് തിരിച്ച് തുപ്പും, ചില സമയത്ത് തിരിച്ച് വീണ്ടും കുത്തിക്കയറ്റി കൊടുക്കൂലേ? അതാ പറഞ്ഞത്. കൊച്ചു കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കത്തില്ല ഇടയ്ക്ക്. എല്ലാ ദിവസവും ദാവീദും ഗോലിയത്തും മതി. പാല്, അതും പ്രശ്നം. വചനം എന്ന മായമില്ലാത്ത പാലുണ്ട്, 1 പത്രോസ് 2. പക്ഷെ എബ്രായർ 5 വരുമ്പം കട്ടിയായിട്ടുള്ള ആഹാരമുണ്ട്, അത് വേണ്ട. അത് തിരിച്ചു തുപ്പുക. കാരണം എന്നെ വളർച്ചയില്ല. തിരിച്ചു തുപ്പിയാലും കുത്തിക്കയറ്റി തിരിച്ചു കൊടുക്കണം. എൻ്റെ അമ്മ എന്നെ അങ്ങനെ വളർത്തിയത്. എനിക്ക് നല്ല സിർലാക്കൊക്കെ ഞാൻ വാരി വലിച്ച് കഴിക്കുമായിരുന്നു. സോറി, എൻ്റെ അനിയത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ അനിയത്തിക്ക് കുത്തിക്കയറ്റിയായിരുന്നു കൊടുക്കുന്നത്. പക്ഷെ കുത്തിക്കയറ്റിയെങ്കിലും കൊടുത്തോണ്ട് അവൾ ഇന്ന് നല്ല തടിച്ചു കൊടുത്തിരിപ്പുണ്ട്. ഹല്ലേലൂയാ. നരുന്ത് പോലിരുന്ന ആളാ എൻ്റെ സിസ്റ്റർ. ഞാനാണെങ്കിൽ ഉള്ളതെല്ലാം വാരി വലിച്ച് കഴിക്കും. പക്ഷെ എൻ്റെ അനിയത്തി കഴിക്കുമോ? ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് തുപ്പും. പക്ഷെ എൻ്റെ അമ്മ സൂപ്പറാ, കുത്തിക്കയറ്റി കൊടുത്തോണ്ടിരിക്കുക. തുപ്പും കൊടുക്കും, തുപ്പിയാലും വിട്ടു കൊടുത്തില്ല. ഇതിൻ്റെ അകത്ത് പാല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട.
ഇച്ചിരി കട്ടിയായിട്ട കാര്യങ്ങൾ തരുന്നത്. പക്ഷെ കട്ടി ഞാൻ കുറുക്കി ഈ സെർലാക്ക് പരുവത്തിൽ ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തരാൻ എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പക്ഷെ കട്ടിയേ തരുള്ളൂ. കട്ടി പിടിക്കുമോ? കട്ടി പിടിച്ചാലേ നിന്റെ സ്പിരിറ്റ് വർദ്ധിക്കത്തുള്ളൂ. ആ സ്പിരിറ്റ് കറക്റ്റ് ആയാൽ എല്ലാ മേഖലയും കറക്റ്റായി. പിന്നെ നീ വാഴുക ഈ ലോകത്തിൽ. സമ്പത്തിൻ്റെ മേൽ വാഴും, രോഗത്തിൻ്റെ മേൽ വാഴും, എല്ലാത്തിൻ്റെ മേലും വാഴും. ഞാൻ പറഞ്ഞു വന്നതിലോട്ട് പിന്നെയും കണക്ട് ചെയ്യുകയാണ്. ശരിക്കും ദൈവമായിട്ടൊരു ബന്ധത്തിലോട്ട് കയറാവോ? ശരിക്കും ഒരു ബന്ധത്തിലോട്ട്. അതിന് ഏറ്റവും കീ സ്റ്റെപ്പ് ഞാൻ പറയട്ടെ. ഇന്ന് തൊട്ട് പ്രാർത്ഥനാ വിഷയങ്ങളുമായി പ്രാർത്ഥനാ റൂമിൽ കയറാതെ ഇരിക്കുക. 2, മത്തായി 6 പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. 2, ജൽപ്പനം ചെയ്യരുത്. അതായത് എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, ഇതല്ല പ്രാർത്ഥന. ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ നിങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കരുത്. ബന്ധത്തിനെ ഉത്തരം കിട്ടും. കിട്ടിയില്ല, അവർക്ക് അർത്ഥം മനസ്സിലായില്ല. ബ്രദറെ, അപ്പം ഇങ്ങനെ തുടർമാനം പ്രാർത്ഥിക്കണമെന്ന് വാക്യമുണ്ടല്ലോ. നമ്മൾ ലൂക്കോസ് 18 വായിക്കുന്നുണ്ടല്ലോ. ഒരു വിധവയാണോ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനൊരു ഉപമ ലൂക്കോസ് 18 അപ്പോൾ അത് ബ്രദർ പറയുന്നത് എന്താ? ബ്രദറല്ലേ പറഞ്ഞാൽ അധികം ഒന്നും പ്രാർത്ഥിക്കണ്ട, പക്ഷേ അവിടെ ഒരു വിധവയുണ്ട്, ഒരു റൂളറിൻ്റെ അടുക്ക പോയി നിരന്തരം വിഷയങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് കരുണ തോന്നി, സൗഖ്യമാക്കി, അല്ല, ആ വിഷയത്തിന് വിടുതലായെന്നാണല്ലോ യേശു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകളയരുതെന്നുള്ളതാണ്. 2, നിങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കൽ തന്നെ ആ വിഷയത്തിനായി പോകണം. അതാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ കേട്ടോ. ഇപ്പം എൻ്റെ ശരീരത്തിൽ ഇപ്പം 1-2 രോഗങ്ങളുണ്ട്. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എന്നിലൂടെ പലരും സൗഖ്യമായി, പക്ഷെ എൻ്റെ ശരീരത്തിൽ 1-2 രോഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 6-7 വർഷമായി. ഓക്കെ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഡോക്ടേഴ്സിലോട്ട് തിരിയാം. അതായത് കർത്താവിലോട്ട് തിരിയുന്നതിന് പകരം ഡോക്ടറിലോട്ട് തിരിയാം. അത് തിരിയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, നിനക്ക് ഇസഹാക്ക് ജനിക്കാൻ 25 വർഷമായാലും ഇശ്മായേലിനെ ഉണ്ടാക്കാൻ പോകരുതെന്ന്. ഹാഗാറിലോട്ട് ശ്രദ്ധ പോകരുത്. നിന്റെ സാറയിലൂടെ തന്നെ, ദൈവിക വാഗ്ദത്തത്തിലൂടെ തന്നെ, ദൈവത്തിൽ നിന്ന് തന്നെ, ഡോക്ടറിൽ നിന്നല്ല, ലോൺ എടുത്തല്ല, ദൈവത്തിൽ നിന്ന് തന്നെ ആ അത്ഭുതം നിനക്ക് കിട്ടണം. അതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി നീ നോക്കുന്നത് ദൈവത്തെ മാത്രം ആയിരിക്കണം. അതാണ് അവിടുത്തെ അർത്ഥം. അല്ലാതെ ജൽപ്പനം ചെയ്യുക എന്നല്ല. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ അടുക്ക പോകുക എന്നുള്ളതിന്റെ അർത്ഥം ജൽപ്പനം എന്നല്ല, ആവർത്തിക്കുക എന്നല്ല. എന്നെ അനുഗ്രഹിക്കണേ, എന്നെ, അയ്യോ 2 പ്രാവശ്യം പറഞ്ഞിട്ട് കിട്ടിയില്ല, എന്നാ പിന്നെ 20,000 പ്രാവശ്യം പറയാം. എന്നാ പിന്നെ കൊന്തയും കൂടെ ചൊല്ല്. കൊന്ത എടുത്തു വെച്ച് നിങ്ങൾ 1, 2, 3, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. അതല്ല, നിങ്ങൾ വിട്ടുകളയരുത്. അത് ശരിയാ. നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകരുത് ഇടയ്ക്ക് വെച്ച്. ആ വിഷയത്തിൽ നിങ്ങൾ ലോകത്തിലോട്ട് നിന്റെ ശ്രദ്ധ തിരിയരുത്. ലോകത്തിന്റെ വിടുതൽ നിനക്ക് വേണ്ട ആ വിഷയത്തിൽ. ഇടയ്ക്ക് ഇശ്മായേലിനെ ഉണ്ടാക്കരുത്. നിന്റെ ഇസഹാക്ക് തന്നെ നിനക്ക് വരണം. ഇസഹാക്ക് വാഗ്ദത്തം. ഹല്ലേലൂയ. അത് എവിടുന്നേ വരുള്ളൂ? ദൈവത്തിനേ വരുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് കിട്ടണമെങ്കിൽ ബന്ധം വേണം. ബന്ധം വേണം. പോയിരുന്നു. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം?
ബന്ധം വേണം. ബന്ധം വേണം. ബന്ധമില്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ഓരോ വിടുതലും നേടിയെടുക്കാൻ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ബൈ എ റിച്വൽ, ഒരാചാരത്തിലൂടെ. നോ, നോട്ട് പോസിബിൾ. നോട്ട് പോസിബിൾ. പോസിബിൾ ആണ് ആദ്യ സമയങ്ങളിൽ, കുറച്ച് കഴിഞ്ഞ് കർത്താവ് അത് അനുവദിക്കത്തില്ല. നിങ്ങളുടെ പലരുടെയും ചോദ്യമാണ്, കർത്താവ് ഞാൻ ഇത്രയും കിടന്ന് അലറിയിട്ടും എന്നാ വിടുതലില്ലാത്ത? കാരണം ആ അലറൽ ആചാരത്തിലാണ്. അല്ല ബ്രദറെ, ഞങ്ങൾ ആദ്യ സമയത്ത് അലറിയപ്പോൾ കിട്ടിയിട്ടുണ്ട് ബ്രദറെ. അത് ശിശുത്വത്തിൽ കർത്താവ് എടുത്ത് തരും. കുറച്ച് കഴിഞ്ഞാൽ കർത്താവ് തരൂല. ഓ, കട്ടിയാണോ? ശിശുത്വത്തിന്റെ സമയത്ത് ബർത്തിമായി അലറിയാ മതി. ദാവീദ് പുത്രാ കരുണ തോന്നണേ, അലറിയാ കിട്ടും. പക്ഷെ ശിഷ്യന്മാർ അലറിയപ്പോ കൊടുത്തില്ല. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ, മിണ്ടായിരടാ അവിടെ. അപ്പൊ ബർത്തിമായും ശിഷ്യനും രണ്ടാണ്. നിങ്ങളുടെ പ്രശ്നം 25 വർഷമായിട്ടും ബർത്തിമായുടെ ലെവല. ഒരിക്കലും കർത്താവ് അത് അനുവദിക്കൂല. ബന്ധത്തിലോട്ട് വരണം. ബർത്തിമായിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അവൻ ചുമ്മാ വഴി കൂടി ഇരുന്നപ്പോൾ അവൻ അങ്ങ് അലറി. ഫസ്റ്റ് ടൈമിൽ 2-3 അത്ഭുതം അങ്ങനെ കിട്ടും, അടുത്ത അത്ഭുതം കിട്ടൂല. ചിലരുടെ കണ്ണൊക്കെ തുറക്കുന്നു. ദൈവമേ, ഇങ്ങനെയൊക്കെ വചനങ്ങൾ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഇന്നു വരെ കേട്ടിട്ടില്ലല്ലോ. ഇനി എന്തൊക്കെ നിങ്ങൾ കേൾക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സൂം മീറ്റിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടേ ഇരിക്കണം. അല്ലാതെ ഒരു ദിവസം കയറി അപ്പോൾ എല്ലാം കൂടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടൂല. ഇതെല്ലാം ഒരു 7 വർഷത്തെ പഠനമാണ്. കർത്താവിൻ്റെ കൂടെ നടന്നും ഇരുന്നും കിടന്നും, കർത്താവുമായിട്ട് തല്ലുപിടിച്ചും, കർത്താവുമായിട്ട് ഇണങ്ങിയും, കർത്താവുമായിട്ട് പിണങ്ങിയും, കർത്താവിൻ്റെ ഇടി കൊണ്ടും, കർത്താവ് ചവിട്ടിക്കൂട്ടും. ഇടയ്ക്ക് ചവിട്ടിക്കൂട്ടും എന്നെ കർത്താവ്. അയ്യോ, എന്നെ ചവിട്ടിക്കൂട്ടിയ പോലെ ആരാ ചവിട്ടിക്കൂട്ടി? ചവിട്ടി ചമ്മന്തി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നൂർക്കും, വലിച്ചു നൂർക്കും. കർത്താവിൻ്റെ അടി ഞാൻ കൊണ്ടപോലെ ആരും കൊണ്ടേക്കുന്നു? കർത്താവ് സ്നേഹിക്കുന്ന കുഞ്ഞിനെ ശിക്ഷിക്കുന്നു, വാക്യമുണ്ട്. അപ്പോൾ ഓരോ ശിക്ഷയും ഏറ്റ് ഇങ്ങനെയൊക്കെ പഠിച്ചതാണ് ഈ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഒരിടത്ത് കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയത്തില്ലേ, ഇത് തലേന്നല്ല വരുന്നതെന്ന് അറിയത്തില്ലേ, വേറെ എവിടുന്നോ വരുന്നെന്ന് അറിയത്തില്ലേ? അതാണ് ആത്മമണ്ഡലം. ഞാൻ പറഞ്ഞു വന്നത് പിന്നെയും കണക്ട് ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട അർജൻറ്റ് സ്റ്റെപ്പുണ്ട്. ഈ ആശുപത്രിയിൽ പോകുമ്പം അർജൻറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എന്തോ IV ഇടുകയോ, പെട്ടെന്ന് ഗ്ലൂക്കോസ് കയറ്റുന്ന പോലെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ആചാരത്തിൽ നിന്ന് ബന്ധത്തിൽ വാ. ഇന്നോട്ട് ഞാൻ ഒരു കീ പറഞ്ഞുതരാം. ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പം പ്രാർത്ഥനാ വിഷയങ്ങൾ എടുക്കാതിരിക്കുക. അല്ല ബ്രദറെ, പിന്നെ എന്നാ പറയണ്ടേ? അത് നീ പോയി ഇരിക്കുമ്പോൾ വചനം തുറന്നു വെച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നിന്റെ ഹാർട്ട് ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യണം. എവിടാണ് ഇപ്പോൾ ആത്മാവ്? നിന്റെ അകത്ത്. ഫോക്കസ് ചെയ്ത് 1 മണിക്കൂർ ഇരിക്കും, കണ്ണും പൂട്ടി അങ്ങ് ഇരിക്കും. ആദ്യത്തെ ദിവസം ഒന്നും കിട്ടിയില്ല, ചുമ്മാ എഴുന്നേറ്റ് വാ. 2ാമത്തെ ദിവസം പോയിരിക്കുക. നീ ഫോക്കസ് ചെയ്യേ. ഫോക്കസ് ചെയ്യാൻ ഞാൻ ഒരു ക്ലൂ കൂടെ പറഞ്ഞുതരാം. അന്യഭാഷ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അന്യഭാഷ പറഞ്ഞാൽ ഞാൻ റലത്തിലായി പോകും, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. റസാറ്റല്ല, ചിലപ്പോൾ നിങ്ങളപ്പോൾ ഞാനാണെങ്കിൽ മണിക്കൂർ ഇന്ന് ചിരിക്കും. എൻ്റെ കോളേജിൽ ചില സാറുമാർ ഓർത്ത് എനിക്ക് വട്ടാണെന്ന്. കാരണം ഞാൻ സാന്നിധ്യത്തിലായ ഞാൻ ഭ്രാന്തനായി പോവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ഭ്രാന്തിലോട്ട് കയറുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പം നിങ്ങളുടെ ലാലാല മാറി ലീലീലിലോട്ട് വരും. 2-3 അന്യഭാഷ നിങ്ങൾക്ക് കൂടും ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം ഇച്ചിരൂടെ അന്യഭാഷ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ 5 മിനിറ്റ് അന്യഭാഷ ഒരു 10-15 മിനിറ്റ് പോകാനുള്ള ദൈർഘ്യം നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഞാൻ പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കാത്ത ചില വാചകങ്ങൾ ഈ അന്യഭാഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. ദാറ്റ് ഈസ് കോൾഡ് പ്രൊഫറ്റിക് പ്രെയർ. അതാണ് ബന്ധത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. എവിടെ വെയിറ്റ് ചെയ്യണം? സാന്നിധ്യത്തിൽ പോയി ചുമ്മാ 1 മണിക്കൂർ അങ്ങ് ഇരിക്കണം. ഒരു വിഷയവും പറയാതെ ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് വരണം. 2-ാമത്തെ ദിവസം ഇച്ചിരി അന്യഭാഷ പറയണം. 3-ാമത്തെ ദിവസം അന്യഭാഷ വർദ്ധിപ്പിക്കണം. 4-ാമത്തെ ദിവസം ഞാൻ ഉദ്ദേശിക്കാത്ത ചിലത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയി. ഒന്നുകൂടെ ക്ലൂ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കാത്ത വാചകങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതൊരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങളൊരു ബന്ധത്തിലോട്ട് വന്നാൽ അത് സാധിക്കും. ബന്ധത്തിലോട്ട് കയറി വരുമ്പോൾ സ്നേഹം വർദ്ധിക്കും. അഭിനയമല്ല, ശരിക്കും സ്നേഹം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ആ പരിപൂർണത, സന്തോഷത്തിൻ്റെ പരിപൂർണത എവിടെ കിട്ടും ഇവർക്ക്? സാന്ത്വനം സീരിയൽ കണ്ടിട്ട് കിട്ടാത്തത്, പുലിമുരുകൻ സിനിമ കണ്ടിട്ട് കിട്ടാത്തത്, ലൂസിഫർ സിനിമ കണ്ടിട്ട് കിട്ടാത്തത്, ഹല്ലേലൂയ, ഈ സന്തോഷം നിങ്ങൾക്ക് എവിടെ കണ്ടെത്തണം? യഹോവയിൽ കണ്ടെത്തണം. അതായത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ യഹോവയിൽ തന്നെ നിങ്ങൾ രസിക്കാൻ തുടങ്ങും. സങ്കീർത്തനം 37 ആണെന്ന് തോന്നുന്നു. യഹോവയിൽ രസിക്കും. 2-ാമത്തെ കാര്യം, അവന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. നിങ്ങളുടെ ഒരു വിഷയം പോലും വിടുതലായില്ലെങ്കിലും ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ കയറാൻ സാധിക്കണം. ആ സന്തോഷം സാന്നിധ്യത്തിൽ അനുഭവിച്ചു തുടങ്ങിയാൽ ഞാൻ പറയും നിങ്ങൾ ആചാരത്തിൽ നിന്ന് ബന്ധത്തിലേക്ക് കയറി കഴിഞ്ഞു. എന്താണ് ക്ലൂ? നിങ്ങൾക്ക് സാന്നിധ്യം ബോറല്ലാത്തൊരു കാര്യമായി മാറണം. നിങ്ങൾക്ക് ദൈവം ഒരു ഫോഴ്സ്ഫുള്ളി ഇരിക്കാത്ത, പറിച്ചു ഞാൻ സന്തോഷിക്കുന്ന കാര്യമായി മാറണം. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം എൻ്റെ കൂടെ ചെയ്യണം. നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് ഏറ്റവും സന്തോഷിച്ചുകൊണ്ടിരുന്നത് സിനിമ കാണുന്നതിലാണ്. എന്നാൽ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് 3 വർഷമായി. ഞാൻ പറയാം, നാശം പിടികിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്താ? വീട്ടമ്മമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. സാന്ത്വനം സീരിയലാണോ മറ്റേ ആണോ? ഓർത്തല്ലോ അല്ലേ? സാന്ത്വനമാണെന്ന് തോന്നുന്നു. ഇപ്പം ഏതാ ഉള്ള സീരിയല്? അയ്യോ, ലിസ്റ്റ് വേണ്ട പറയണ്ട. ആ സീരിയൽ ഒന്ന് ആലോചിച്ചേ. എന്നിട്ട് ആ സീരിയലിന്റെ സ്ഥാനത്തേക്ക് യേശു വരണം എന്ന് പറഞ്ഞാൽ, ആ സീരിയൽ കാണുമ്പം നിങ്ങളുടെ അകത്തേക്ക് അടുത്ത ദിവസം ഭൈരവൻ ഇന്ദുലേഖയെ എന്തു ചെയ്യുന്നു എന്നുള്ള ആകാംക്ഷയും ആ ത്രില്ലൊക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് സാന്നിധ്യത്തിൽ കിട്ടിയാൽ ഞാൻ പറയും നിങ്ങൾ ആചാരത്തിന് ബന്ധത്തിൽ കയറി. പിന്നെ ഇന്ദുലേഖയ്ക്ക് എന്നാ പറ്റിയാലും എന്നാ, ഭൈരവൻ എന്നാ പറ്റിയാലും എന്നാ, നിങ്ങൾക്ക് വിഷയമല്ല. ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അങ്ങ് മാറും. പിന്നെ നിങ്ങളുടെ ഉപ്പും മുളകും രസവും എല്ലാം സാന്നിധ്യത്തിലാണ്. അയ്യോ, ചിലരൊക്കെ എന്നെ നോക്കുന്നു അറിയാത്ത പോലെ. ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പും മുളകും ഒന്നും ആർക്കും അറിയത്തില്ലേ? അയ്യോ, ഞാൻ കാണാറില്ല. ഇടയ്ക്ക് വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങളൊക്കെ എന്നേക്കാൾ വിശുദ്ധരാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉപ്പും മുളകും രസവും എല്ലാം സാന്നിധ്യത്തിൽ വരണം. ഞാനൊരു കാര്യം പറയട്ടെ. സാന്നിധ്യത്തിൽ സന്തോഷിക്കണം. സാന്നിധ്യത്തിൽ സന്തോഷിക്കണം. അതാണ് അതിൻ്റെ ലെവൽ. എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞ്, സാന്നിധ്യത്തിൽ സന്തോഷിക്കണം. സാന്നിധ്യത്തിൽ ഒറ്റ ദിവസം കൊണ്ടിരുന്ന ആൻറ്റി സന്തോഷിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇവരോട് പറയാ, ഞാൻ ഇരിക്കുന്ന പോലെ 3 മണിക്കൂർ നിങ്ങൾ ദൈവത്തോടൊപ്പം ഇരിക്കുക. ഇവർക്ക് വട്ടുപിടിച്ച് ഇവർ ഓടും, കണ്ടം വഴി ഓടും.
ബ്രദറെ 7:30 സാന്ത്വന സീരിയൽ, ബ്രദറെ 8 മണിക്ക് വേൾഡ് കപ്പ്, ബ്രദറെ 8:30 വോഡാഫോൺ കോമഡി സ്റ്റാർ, ബ്രദറെ 9 മണിക്ക് ലൂസിഫർ, ബ്രദറെ 9:30. ഇതിലാ ഞാനും ജീവിച്ചത്. പക്ഷേ നിങ്ങൾ എന്നെ പട്ടിക്കാട്ടിക്കൊണ്ടിട്. ഇപ്പം പട്ടിക്കാട്ടി പച്ചവെള്ളം പോലും ഇല്ലാതെ കൊണ്ടിട്. ഒറ്റ കാര്യേ എടുക്കാതിരിക്കാവൂ, സാന്നിധ്യം. ഇത് വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. എവിടെ വെച്ചാ എഴുതിയേ? ജയിലിൻ്റെ അകത്ത്. ജയിലിൻ്റെ അകത്ത് പുള്ളിക്ക് സന്തോഷിക്കാൻ വേറെന്തേലും വേണോ? ബന്ധം മതി. ഒരു ദിവസം കൊണ്ട് പറ്റൂല. പ്രാക്ടീസ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. You practice this. Practice the presence of God. Oh, rasa tafra. Rei kalafrohu shataba. എനിക്കറിയത്തില്ല. കർത്താവ് എന്തോ അസാധാരണമായിട്ട് ഇവരെ പഠിപ്പിക്കുന്നു. ഒരാഴമേറിയ ടീച്ചിങ്, ഒരു നോട്ടും ഇല്ലാതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈബിളും തുറന്നിട്ടില്ല, നോട്ടും ഇല്ല. ഞാൻ മുഴുവൻ ഹൃദയത്തിൽ നിന്ന് പറയുക. ഇത് എൻ്റെ വായിൽ നിന്ന് വന്നെങ്കിൽ നിങ്ങൾക്കത് ഗുണമാണ്. എന്നെ ഇത് പഠിപ്പിച്ചു തരാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. ഇതിനെ വൃഥാവായിട്ട് നിങ്ങൾ എടുക്കല്ല. നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റ് ആയെങ്കിൽ ഓർത്തോ, എന്തോ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മേലുള്ള കോളിങ് വലുതാ. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്തുവാന്ന്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുക, പക്ഷെ നാളെ ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. 30ഓളം ദൈവദാസന്മാരിലൂടെ കേട്ട എൻ്റെ അപ്പോസ്റ്റോലിക് കോളിങ്ങിലാണ് ഞാൻ. അതിൻ്റെ ആരംഭത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വെറും ട്രെയിലറിലാണ് ഇപ്പം നിൽക്കുന്നത്. ആ ട്രെയിലറിൽ എൻ്റെ കൂടെ കണക്റ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങൾ. നാളെ കർത്താവ് എന്നെ ലോക രാജ്യങ്ങളിൽ ഉപയോഗിക്കും. അത് അങ്ങനെയാ കിടക്കുന്ന വിളി. അങ്ങനെ ഇന്ന് ഉഗാണ്ടയാന്നേ നാളെ UK, ഇന്ന് UK ആന്നേ മറ്റന്നാൾ അമേരിക്ക, നാളെ അമേരിക്ക ആണെങ്കിൽ മറ്റന്നാൾ നൈജീരിയ. അതാ വിളി. അതിൻ്റെ തുടക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ജസ്റ്റ് ദ ബിഗിനിങ്. ആ ബിഗിനിങ്ങിൽ ദൈവം നിങ്ങളെ ഞാനുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തോ ദൈവത്തിന് പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റ് ആകത്തില്ല. ആ വിളി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. കേവലം ഒരു വിഷയത്തിൻ്റെ വിടുതൽ അല്ല. ആണേൽ, അതുമാത്രമാണേൽ നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റ് ആകത്തില്ല. കാരണം ഞാൻ വിഷയത്തിന് വിടുതൽ മാത്രം കൊടുക്കുന്ന ആളല്ലെന്ന് ഇന്നത്തെ മെസ്സേജ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിഷയം മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളല്ല. നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ട യേശു ആയിരിക്കണം. ഇതാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൂടെ കണക്ട് ചെയ്യട്ടെ. ആചാരത്തിൽ നിന്ന് നീ ബന്ധത്തിലോട്ട് വന്നാൽ, ആ ബന്ധത്തിന് നീ മണിക്കൂറുകൾ സമയം കൊടുത്താൽ, 1 2 കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സമയം കൊടുത്താൽ, നീ അത് കഴിഞ്ഞ് വരുന്നത് നിന്റെ വിഷയത്തിന്റെ മുമ്പിലേക്കാണ്. ബന്ധമുള്ളവൻ വിഷയത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കരുത്. ഒറ്റ വാക്ക്. എല്ലാവരും പറഞ്ഞു, ഒറ്റ വാക്ക്. എഫദാ, കാറ്റേ അടങ്ങ. അത്തിമരത്തെ ശപിച്ചു. ചെകിട് കണ്ണു തുറക്കട്ടെ. സുന്ദരമെന്ന ഗോപുരത്തിനരികെ ഇരുന്ന മുടന്തനോട് എഴുന്നേൽക്ക. എഴുന്നേൽക്ക എന്ന് പറയാൻ എത്ര പ്രാവശ്യം പറയണം? നമ്മളാണെ പറയും എഴുന്നേൽക്ക, 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 ഒന്നുമില്ല. ഒറ്റ എഴുന്നേൽക്ക. ഒറ്റ വാക്ക് വിഷയത്തിന് വേണ്ടി. പക്ഷെ ബന്ധത്തിന് വേണ്ടി ഒറ്റ വാക്കല്ല.
കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ മനസ്സിൽ സീരിയലും സിനിമയും ലോകവും ആണെങ്കിൽ ബന്ധം നടക്കില്ല. ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എന്നും ആരുടെയെങ്കിലും പുറകെ ഓടിക്കൊണ്ടിരിക്കും. ബന്ധമുണ്ടെങ്കിൽ കർത്താവും നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ സകലത്തിൻ്റെ മേലും വാഴാൻ തുടങ്ങും. നിങ്ങൾ അധികാരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ അകത്തെ പുത്രത്വം വെളിയിൽ വരും. പുത്രത്വം വെളിയിൽ വരണമെങ്കിൽ ബന്ധം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബന്ധം വർദ്ധിക്കണം. വിഷയം ബന്ധത്തിൻ്റെ ഇടയിൽ കയറ്റല്ല. ബന്ധം കഴിഞ്ഞു വന്നിട്ട് വിഷയത്തിനു വേണ്ടി നിന്റെ ഒരു വാക്ക് ചെലവഴിക്കുക. ഒറ്റ വാക്ക്, ഓൺലി വൺ വേർഡ്. ശതാധിപൻ പറയുക, ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, വരിക എന്ന് പറഞ്ഞാൽ വരും. യേശുവേ, നീയും അധികാരമുള്ളവനെന്ന് എനിക്കറിയാം. നീ വീട്ടിലും വരണ്ട, കാട്ടിലും വരണ്ട, നടന്ന് ചെരുപ്പിലെ തൊലിയും കളയണ്ട. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു.